ഫേസ്ബുക്ക് വിവാദത്തിൻ്റെ ഏറ്റവും വലിയ വില നൽകേണ്ടി വരുന്നത് തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണോ എന്ന് സന്ദേഹം ജനിപ്പിക്കുന്ന വാർത്തകളാണ് നമ്മെ തേടിയെത്തുന്നത്. ഇന്നത്തെ വർത്തമാനം പ്രധാനമായും ഉന്നയിക്കുന്നത് ആദൃശ വാർത്തകളായിരിക്കും. ഇന്നത്തെ പ്രധാനപ്പെട്ട പത്രവാർത്തകൾ. കോൺഗ്രസിൻ്റെ ശത്രു കോൺഗ്രസ് തന്നെയാണ് എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഇന്നലെ വാർത്തകളിൽ അങ്ങേയറ്റം പ്രതിരോധത്തിലേക്ക് തള്ളപ്പെട്ടതിൻ്റെ സാഹചര്യമാണ് സംജാതമായത്. ഇന്ന് പ്രധാനപ്പെട്ട പത്രവാർത്ത അതുതന്നെയാണ്. കോൺഗ്രസിലെ ഗ്രൂപ്പ് പോര് ശക്തം. ഒരിക്കൽ കൂടി UDFിൻ്റെ ആഭിമുഖ്യത്തിലുള്ള ഭരണം പ്രതിസന്ധിയിലേക്ക് എടുത്തെറിയപ്പെട്ടിരിക്കുന്നു. കോൺഗ്രസ്സുകാർ തന്നെ പരസ്യമായി കോൺഗ്രസ് ആഭ്യന്തരമന്ത്രിക്കും അതുവഴി കോൺഗ്രസ് മുഖ്യമന്ത്രിക്കും എതിരെ രംഗത്ത് വന്നിരിക്കുന്നു. കോൺഗ്രസിനുള്ളിലെ IA ഗ്രൂപ്പ് പോര് ശക്തമായിരിക്കുന്നതിൻ്റെ വാർത്ത കാണുക. അതിൻ്റെ ചില സാമ്പിളുകൾ. ആഭ്യന്തരമന്ത്രിക്ക് CPMകാരുമായി അടുത്ത ബന്ധം എന്ന് പറയുന്നത് സുധാകരൻ MP ആണ്. കോൺഗ്രസിൻ്റെ സമുന്നതനായ വടക്കൻ നേതാവാണ്. അദ്ദേഹം പറയുന്നത് കോൺഗ്രസ്സുകാരനല്ല നമ്മുടെ ആഭ്യന്തര കാര്യവകുപ്പ് മന്ത്രി, മറിച്ച് അദ്ദേഹം CPMൻ്റെ ചാരനാണ് എന്ന വാക്കുപോലും ഉപയോഗിച്ച് കഴിഞ്ഞിരിക്കുന്നു. വാർത്തയുടെ വിശദാംശങ്ങൾ മനോരമയുടെ വർത്തമാനം പേജ് ഇങ്ങനെ തരുന്നു. ആഭ്യന്തരമന്ത്രിസ്ഥാനം ആരുടെയും കുടുംബസ്വത്തല്ലെന്നും മുഖ്യമന്ത്രി ആഭ്യന്തരമന്ത്രിയെ സംരക്ഷിക്കുന്നുണ്ടെങ്കിൽ അത് പാർട്ടി ചർച്ച ചെയ്യണമെന്നും K. സുധാകരൻ MP. ആഭ്യന്തരമന്ത്രിക്ക് കോൺഗ്രസ്സുകാരേക്കാൾ ബന്ധം CPMകാരോടാണെന്നും യൂത്ത് കോൺഗ്രസ് കണ്ണൂർ പാർലമെൻറ്റ് മണ്ഡലം പ്രസിഡന്റ് റിജിൽ മാക്കൂറ്റിയെ ആഭ്യന്തരമന്ത്രി തെറി വിളിച്ചു എന്നും സുധാകരൻ ആക്ഷേപിക്കുന്ന അവസ്ഥയിലേക്ക് എത്തി. യൂത്ത് കോൺഗ്രസ് നേതാവിനെ കോൺഗ്രസ് ആഭ്യന്തരമന്ത്രി ഇപ്പോൾ വിളിക്കുന്നത് സംജ്ഞകളല്ല, മറിച്ച് തെറികളാണ് എന്നാണ് സുധാകരൻ പറയുന്നത്. ആ അർത്ഥത്തിൽ സുധാകരൻ ആഭ്യന്തര വകുപ്പ് മന്ത്രിയെ പുറത്താക്കണം എന്നാവശ്യപ്പെടുന്നതിൻ്റെ ആദ്യത്തെ വെടി പൊട്ടിക്കുമ്പോൾ രമേശ് ചെന്നിത്തല എന്ന KPCC പ്രസിഡന്റ് സുധാകരൻ്റെ ഈ പ്രസ്താവനയോട് പ്രതികരിച്ചത് കോൺഗ്രസ്സുകാരുടെ വികാരമാണ്, പ്രത്യേകിച്ച് വടക്കൻ മേഖലയിലെ കണ്ണൂരിലെ കോൺഗ്രസ്സുകാരുടെ വികാരമാണ് സുധാകരൻ MP പുറപ്പെടുവിച്ചിരിക്കുന്നത് എന്ന നിലയ്ക്കാണ് അദ്ദേഹം അതിനെ പിന്തുണച്ചിരിക്കുന്നത്. അങ്ങനെ പിന്തുണയ്ക്കുന്നത് വഴി ഒരു വിഭാഗം കോൺഗ്രസ്സുകാർ, പ്രത്യേകിച്ച് കണ്ണൂർ ബേസ്ഡ് ആയിരിക്കുന്ന കണ്ണൂർ DCC തന്നെ ഹൈക്കമാൻഡിന് ആഭ്യന്തര വകുപ്പിനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് പരാതികൾ അയച്ചു കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെ ഹൈക്കമാൻഡിലേക്ക് വ്യത്യസ്ത അഭിപ്രായങ്ങൾ എത്തിച്ചേരുന്ന അവസ്ഥ ഒരിക്കൽ കൂടി മുഖാമുഖം വരാൻ കഴിയാത്ത വണ്ണം ഗ്രൂപ്പ് പോര് ശക്തമാകുന്നു. ഗ്രൂപ്പുകൾ ഭരണരംഗത്ത് അകലുന്നു. ആ ചിത്രമാണ് പത്രങ്ങൾ തരുന്നത്. ഇനി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഇതിനെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത് എന്ന് നോക്കാം. ആ വാർത്തയും മനോരമ ആദ്യം തന്ന വാർത്തയ്ക്ക് അടുത്ത് തന്നെ വിമർശിക്കുന്ന കോൺഗ്രസ് നേതാക്കൾ സ്ഥാനമോഹികളാണ്. തന്നെ സ്ഥാനഭ്രഷ്ടരാക്കാൻ ആഗ്രഹിക്കുന്ന കോൺഗ്രസ് നേതാക്കൾ സത്യത്തിൽ സ്ഥാനമോഹികളാണ് എന്ന കണ്ടെത്തലാണ് തിരുവഞ്ചൂർ മുന്നോട്ട് വയ്ക്കുന്നത്. തന്നെ വിമർശിക്കുന്ന കോൺഗ്രസ് നേതാക്കൾ ഏറെയും സ്ഥാനമോഹികളാണ് എന്ന് ആഭ്യന്തരമന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. K. സുധാകരൻ MP അടക്കമുള്ള കോൺഗ്രസ് നേതാക്കളുടെ പേര് പറയാതെയായിരുന്നു ആഭ്യന്തരമന്ത്രിയുടെ പ്രതികരണം. ഏതായാലും അല്പന് ഐശ്വര്യം കിട്ടിയാൽ അർദ്ധരാത്രിക്ക് കുടപിടിക്കുന്നത് പോലെയാണ് ആഭ്യന്തരമന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ്റെ ചില പെരുമാറ്റ രീതികൾ എന്നുകൂടി സുധാകരൻ തുറന്നു പറഞ്ഞപ്പോൾ ആരാണ് അല്പൻ എന്ന് കൃത്യമായും മലയാളികൾക്കറിയാമെന്നാണ് പ്രതിവചിച്ചത് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. പടയൊരുക്കം ശക്തം, പരാതി നൽകാനൊരുങ്ങി തിരുവഞ്ചൂർ എന്ന ശീർഷകത്തിൽ അതേ സംബന്ധിച്ച വാർത്തകൾ മനോരമ തരുന്നത് കാണുക. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ആഭ്യന്തരമന്ത്രി പദമൊഴിയണമെന്ന് K. സുധാകരൻ MP പരസ്യമായി ആവശ്യപ്പെട്ടതോടെ തിരുവഞ്ചൂരിനെതിരെയുള്ള I ഗ്രൂപ്പ് നീക്കത്തിന് മൂർച്ചയേറി. സുധാകരൻ്റേത് നഗ്നമായ അച്ചടക്ക ലംഘനമാണെന്ന് ചൂണ്ടിക്കാട്ടി ഹൈക്കമാൻഡിനെ സമീപിക്കാൻ ഒരുങ്ങുകയാണ് തിരുവഞ്ചൂരും മറുചേരിയും. ആ അർത്ഥത്തിൽ അകലങ്ങളിലേക്കാണ് അവരിടയിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. മറ്റൊന്ന്, ഘടകകക്ഷികളുടെ ഇടയിലും ഈ എതിർപ്പ് പടർന്നു പിടിക്കുന്നു എന്നാണ് ഈ വാർത്ത കാണിക്കുന്നത്. നഖം മുതൽ മുടിവരെ കോൺഗ്രസ്സുകാരനാണ് ഞാൻ, ഗാന്ധിയൻ പ്രമാണങ്ങളിലാണ് വിശ്വാസം, AK ആൻ്റണിയെ മാതൃകാപുരുഷനാക്കിയാണ് കോൺഗ്രസിൽ പ്രവർത്തിച്ചു പോന്നത് എന്നൊക്കെ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ സുധാകരനെതിരെ സംസാരിക്കുമ്പോൾ അടിയന്തരാവസ്ഥ കഴിഞ്ഞു മാത്രം കോൺഗ്രസിലേക്ക് എത്തിച്ചേർന്ന സുധാകരന്
ആ അർത്ഥത്തിൽ എടുത്തു പറയാൻ കോൺഗ്രസ് പാരമ്പര്യമൊന്നും ഇല്ല എന്നാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഉന്നയിക്കുന്നത്. പ്രശ്നം ഹൈക്കമാൻഡിലേക്ക് പോകുന്നു. PC ജോർജ് പറയുന്നത് പോലെയാണെങ്കിൽ, ഘടകകക്ഷിയുടെ നേതാവാണ്, PC ജോർജ് പറയുന്നത് പോലെയാണെങ്കിൽ തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ പുറത്താക്കണം എന്നാണ് PC ജോർജിൻ്റെ നിലപാട്. അങ്ങനെ ഇത്തവണ ഇരയുടെ ഭാഗത്ത് നിൽക്കുന്നത് തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ്. ഇന്ന് മുഖ്യമന്ത്രി അതേ സംബന്ധിച്ച് അഭിപ്രായ പ്രകടനം നടത്താൻ ഇടയുണ്ട് എന്ന് ഇന്നലെ മുഖ്യമന്ത്രിയുടെ ദില്ലിയിലെ പരിപാടികൾ റിപ്പോർട്ട് ചെയ്ത പത്രങ്ങൾ പറഞ്ഞിരിക്കുന്നു. ഇന്ന് മുഖ്യമന്ത്രി തിരുവനന്തപുരത്തുണ്ട്. അദ്ദേഹം എപ്രകാരമാണ് ഈ വിമർശനങ്ങളോട് പ്രതിവചിക്കുന്നത് എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. ഏതായാലും ദേശാഭിമാനി ഇതേ സംബന്ധിച്ച വാർത്ത തന്നെയാണ് ലീഡ് വാർത്തയാക്കിയിരിക്കുന്നത്. ദേശാഭിമാനി കാണുക, തിരുവഞ്ചൂരിനെ നീക്കാൻ ഐ ഗ്രൂപ്പ് പ്രവർത്തനങ്ങൾ നടത്തുന്നു. നീക്കുക എന്നതാണ് ലക്ഷ്യം. ചെന്നിത്തലയുടെ നോട്ടം ആഭ്യന്തരമന്ത്രി പദം. ഒരിക്കൽ കപ്പിനും ചുണ്ടിനുമിടയിൽ നഷ്ടപ്പെട്ടു പോയ ആഭ്യന്തരമന്ത്രി പദം തിരിച്ചു പിടിക്കാൻ ചെന്നിത്തല അത് ഈ തെരഞ്ഞെടുപ്പ് വരുന്നതിന് മുമ്പ് തന്നെ, പൊതു തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ തിരിച്ചു പിടിക്കാൻ ചെന്നിത്തല ശ്രമിക്കുന്നു എന്നാണ് ദേശാഭിമാനി നിരീക്ഷിക്കുന്നത്. ഘടകകക്ഷികൾ ഇക്കാര്യത്തിൽ പ്രതിഷേധത്തിലാണ്. സുധാകരൻ പ്രകടിപ്പിച്ചത് പ്രവർത്തകരുടെ വികാരം എന്ന് ചെന്നിത്തല സൂചിപ്പിച്ചതിൻ്റെ അന്തർഗതവും അതുതന്നെയാണ് എന്ന് RS ബാബു ദേശാഭിമാനിയുടെ ഈ ലീഡ് വാർത്തയിലൂടെ പറയുന്നു. അതിൻ്റെ വിശദാംശങ്ങൾ ഇപ്രകാരം: തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ നീക്കി രമേശ് ചെന്നിത്തലയെ ആഭ്യന്തരമന്ത്രിയാക്കാൻ ഐ ഗ്രൂപ്പ് വീണ്ടും രംഗത്ത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പായി ചെന്നിത്തലയെ മന്ത്രിയാക്കാനുള്ള സമ്മർദ്ദത്തിൻ്റെ ഭാഗമായി സുധാകരൻ്റെ നേതൃത്വത്തിൽ ഐ ഗ്രൂപ്പ് തിരുവഞ്ചൂരിനെതിരെ പരസ്യമായ പടനീക്കം തുടങ്ങി. ഇത്തരം സംഭവഗതികൾ കോൺഗ്രസിനെ അഥവാ UDFനെ എവിടെയാണ് എത്തിച്ചിരിക്കുന്നത്? മുരളീധരൻ്റെ പ്രസ്താവന, അതേ സംബന്ധിച്ച പ്രസ്താവന ദേശാഭിമാനി പ്രധാന വാർത്തയ്ക്കൊപ്പം തരുന്നു. കാണുക, UDF അപകടത്തിലായി കഴിഞ്ഞിരിക്കുന്നു എന്നാണ് മുരളീധരൻ്റെ നിരീക്ഷണം. UDFൻ്റെ നില അപകടത്തിലാണ് എന്ന് മുരളീധരൻ MLA. തിരുവഞ്ചൂർ മന്ത്രിസ്ഥാനം രാജിവെക്കണമെന്ന ആവശ്യത്തെപ്പറ്റി തനിക്ക് വ്യക്തമായ അഭിപ്രായമുണ്ട്. ഇത് പാർട്ടി വേദിയിൽ പറയും. CPIM പ്ലീനത്തെ കുറ്റം പറഞ്ഞു നടന്നാൽ അടുത്ത തെരഞ്ഞെടുപ്പിൽ UDFന് ജയിക്കാനാകില്ല എന്നും UDF ഏറ്റവും വലിയ അപകടത്തിൽ പെട്ടിരിക്കുകയാണ് എന്നും മുരളീധരൻ പറയുന്നതോടെ UDFൻ്റെ ഇന്നത്തെ അവസ്ഥ എന്ത്, മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി വരുമ്പോൾ എന്താണ് ഇതേ സംബന്ധിച്ച് പ്രതികരിക്കാൻ പോകുന്നത് തുടങ്ങിയ കാര്യങ്ങളാണ് ഇന്ന് പത്രലോകം പ്രധാനമായും നമുക്ക് തന്നിരിക്കുന്നത്. ഇത്തരമൊരവസ്ഥാന്തരം UDFൽ അഥവാ കോൺഗ്രസിൽ സൃഷ്ടിച്ചത് ജയിലിലെ സംഭവഗതികളാണ്. ഫേസ്ബുക്ക് വിവാദമാണ്. ആ വാർത്ത, അതുമായി ബന്ധിപ്പിച്ച അനുബന്ധ വാർത്ത മലയാള മനോരമ ലീഡ് വാർത്തയ്ക്ക് ആക്കിയിരിക്കുന്നു. തടവറയിൽ ഫേസ്ബുക്കും സ്മാർട്ട് ഫോണും. കോഴിക്കോട് ജയിലിൽ കൂട്ട സ്ഥലം മാറ്റം. ആകെ കോഴിക്കോട് ജയിലിൽ 40 ജീവനക്കാരാണുള്ളത്. അതിൽ 24 പേരെ, പകുതിയിലധികം ആളുകളെ സ്ഥലം മാറ്റി. ഇന്നലെ ആഭ്യന്തരമന്ത്രിയുടെ സന്ദർശനം, DGPയുടെ സന്ദർശനം, ജയിൽ DGPയുടെ സന്ദർശനം, ഇവയൊക്കെ നടന്നതിന് ശേഷം ഗൗരവതരമായ പരിശോധനയുണ്ടായി. സെൽഫോൺ ഉപയോഗിച്ചതിൻ്റെ 20 തെളിവുകൾ ലഭിച്ചു എന്നാണ് പറയുന്നത്. ഏതായാലും ആ പരിശോധനയ്ക്ക് ശേഷം പെട്ടെന്നുണ്ടായ നടപടി 24 ഉദ്യോഗസ്ഥന്മാരുടെ ട്രാൻസ്ഫറാണ്. സ്ഥലം മാറ്റം 5 അസിസ്റ്റൻറ്റ് ജയിലർമാരടക്കം 24 പേർക്ക്. TP വധക്കേസിലെ 5 പ്രതികളെ പൂജപ്പുര സെൻട്രൽ ജയിലിലേക്ക് മാറ്റിപ്പാർപ്പിക്കുകയും ചെയ്യും എന്നുമാണ് ഈ വാർത്ത പറയുന്നത്. മനോരമയുടെ ആ ലീഡ് വാർത്ത കാണുക. TP ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികൾ ജയിലിനുള്ളിൽ മൊബൈൽ ഫോൺ ഉപയോഗിക്കുകയും ഫേസ്ബുക്കിൽ സജീവമാകുകയും ചെയ്ത സംഭവത്തെ തുടർന്ന് കോഴിക്കോട് ജില്ലാ ജയിലിൽ കൂട്ടസ്ഥലം മാറ്റം. ജയിലിലാകെയുള്ള 40 ജീവനക്കാരിൽ 5 അസിസ്റ്റൻറ്റ് ജയിലർമാരടക്കം 24 പേരെയാണ് അന്വേഷണ വിധേയമാക്കി സ്ഥലം മാറ്റിയിരിക്കുന്നത് എന്ന് ഈ വാർത്ത പറയുന്നു. മനോരമയുടെ 1-ാം പേജ് വാർത്ത ഇന്ന് അഞ്ജലി, ബബിത എന്നിവരുടെ ബ്രസീൽ വിജയങ്ങൾ ആഘോഷിക്കുന്നുണ്ട്. ബ്രസീലിൽ അവർ താരങ്ങളായി മാറിയ കാര്യം മലയാള മനോരമ 1-ാമത്തെ വാർത്തയാക്കി, സചിത്ര വാർത്തയാക്കി നമുക്ക് തരുന്നു. അഞ്ജലിക്കും ബബിതയ്ക്കും മെഡൽ എന്ന ശീർഷകത്തിലാണ് ആ വാർത്ത നമ്മെ തേടിയെത്തുന്നത്. വിശദാംശങ്ങൾ കാണുക. ബ്രസീലിൽ വീണ്ടും മലയാളി തിളക്കം. ലോക സ്കൂൾ ഒളിമ്പിയാഡിൽ കോട്ടയം സെൻട്രലൈസ്ഡ് സ്പോർട്സ് ഹോസ്റ്റൽ താരമായ അഞ്ജലി ജോസ് 400 മീറ്റർ ഹർഡിൽസിൽ വെള്ളി നേടി.
MD സെമിനാരി ഹയർ സെക്കൻഡറി സ്കൂൾ +2 വിദ്യാർത്ഥിനിയായ അഞ്ജലി തൻ്റെ ജീവിതത്തിലെ ഏറ്റവും മികച്ച സമയം കുറിച്ചാണ് വെള്ളി മെഡൽ നേടിയെടുത്തത് എന്ന വാർത്തയും മലയാള മനോരമ 1-ാം പേജിൽ നമുക്ക് ഇന്ന് തന്നിരിക്കുന്നു.